പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യയെങ്കിൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്ന് ഒരു വചനം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയിലെ ഈ പുസ്തകത്തിലെ ഏറ്റവും അതിപ്രധാനമായൊരു വാക്യമാണ് ഇതൊരു വാഗ്ദത്തമാണ്. ഇതിൻ്റെ നിവൃത്തീകരണം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. അപ്പോൾ ഒന്നിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഒരു മനസ്സോട് ഒന്നിച്ച് കൂടിയിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഇത് പ്രാപിക്കണമെങ്കിൽ ഒരു കാത്തിരിപ്പുണ്ട്. അത് ആദിമ വിശ്വാസികൾ അങ്ങനെ കാത്തിരുന്ന് പ്രാപിച്ചതാണ് ഈ പരിശുദ്ധാത്മാവിനെ. അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചുവെന്ന് നമുക്ക് 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ഐക്യതയിലും കൂട്ടായ്മയിലും ദൈവജനം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അത് 8-ാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്ന ഈ 3 കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അപ്പോൾ ശക്തി ലഭിക്കും, എൻ്റെ സാക്ഷികളാകും. നമ്മളെക്കുറിച്ചും നമ്മുടെ കർത്താവിൻ്റെ ഉദ്ദേശം അതാ. ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ ശക്തി നമ്മളിൽ വന്ന് പ്രവഹിച്ചിട്ട് ആ ശക്തിയിൽ നമ്മുടെ കർത്താവിനെ നമ്മൾ സാക്ഷീകരിക്കണം, പ്രസംഗിക്കണം. അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളിൽ കൂടി പ്രവർത്തിച്ച് അനേകായിരങ്ങൾ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലായി തീരുവാൻ ഇടയായിത്തീരും. ഒരു സാക്ഷിയെ ഉളവാക്കുന്ന ദൈവത്തിൻ്റെ വചനം. അപ്പോൾ നമ്മുടെ പ്രസംഗത്തിൽ കൂടിയും അനേകായിരങ്ങൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരുവാൻ തക്കണം ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതിനിടയായിത്തീരും. പരിശുദ്ധാത്മാവില്ലാതെ പ്രസംഗിച്ചാൽ പിന്നെ ആ പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതൊരു ചടങ്ങ് പോലെ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വചനം ഇങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ കർത്താവിൻ്റെ സാക്ഷിത്വം വഹിക്കണം. പത്രോസിൻ്റെയൊക്കെ ഒരൊറ്റ പ്രസംഗത്തിലെ 3000 പേരാണ് രക്ഷിക്കപ്പെടുവാനിടയായി തീർന്നത്. അപ്പോൾ നമ്മുടെ പ്രസംഗം, നമ്മുടെ സാക്ഷ്യം, നമ്മുടെ പരിശുദ്ധാത്മ നിറവ് എപ്രകാരമായിരിക്കുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന കഴിക്കാം. കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ നമ്മളിൽ കൂടിയും അനേകായിരങ്ങൾ ഈ കർത്താവിനെ അറിയുവാൻ ഇടയായി തീരട്ടെ. അതിനായി നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കരുണയുള്ള നാഥ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ സന്ധ്യയെങ്കിൽ ഈ നല്ല വചനം ധ്യാനിപ്പാൻ സ്വർഗം ഞങ്ങൾക്ക് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഒരു മനസ്സോടെ കാത്തിരുന്ന ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് പിന്നെയും അധികമായി ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കാൻ സാക്ഷികളായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം കൊണ്ട്, ഞങ്ങളുടെ സാക്ഷ്യം കൊണ്ട് അനേകായിരങ്ങൾ ഈ കർത്താവിനെ സ്വീകരിക്കുവാൻ ഈ നാളുകളിൽ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളെ അതിനായിട്ട് ഉപയോഗിക്കണമേ. ഈ നല്ല സന്ധ്യയെങ്കിൽ കർത്താവെ, ഞങ്ങളുടെ ഭവനവും പരിസരവും ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദൂരസ്ഥരെയും സമീപസ്ഥരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ ഏൽപ്പിക്കുന്നു. സമാധാനത്തോടെ ഈ രാത്രികാലം ഞങ്ങൾ സ്വർഗത്തിലെ കാഴ്ച കണ്ട് ഉറങ്ങി ഉണരുവാനും കർത്താവിൻ്റെ പാദപീഠം ചാർന്ന് കടന്നു വരുവാനും ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ രോഗികളെല്ലാം സൗഖ്യത്തോടെ സൂക്ഷിക്കണം. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സ്തോത്രം, സ്തോത്രം.